ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് പിണറായി ഭരണ വിരുദ്ധതയാണ്. ഞങ്ങൾക്ക് ഇയാളുടെ ഭരണം മതിയെന്ന ജനവികാരമാണ്. നെറികേടുകൾ മതിയായ ജനത്തിന്റെ പ്രതിഷേധമാണ്. ഒരു പ്രത്യേക വിഭാഗത്തോട് കൂറും താല്പര്യവും കാട്ടി ബഹുഭൂരിപക്ഷത്തെ ചവിറ്റുകുട്ടയിലേക്ക് ചവിട്ടി എറിയുന്ന പിണറായി സർക്കാരിന്റെ പക്ഷപാതപരമായ പെരുമാറ്റ രീതിക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. കേരളത്തിൽ നിന്നുകൂടി CPM തൂത്തെറിയപ്പെടുമെന്ന് ജനം CPMന് നൽകുന്ന ഓർമ്മപ്പെടുത്തലാണിത്. ഇതിൽ പഠിച്ചില്ലെങ്കിൽ CPMന്റെ മരണം ഉറപ്പാണ്. പട്ടട ഒരുക്കി വിറക് കൊള്ളികളുമായി പിണറായിക്കും ഗോവിന്ദനും കാത്തിരിക്കാം. ചിതയ്ക്കെപ്പോൾ തീ കൊളുത്തണമെന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. ആകെയുള്ള 20-ൽ 12 സീറ്റ് വരെ നേടുമെന്ന് അവകാശപ്പെട്ടിരുന്ന LDFന് ആലത്തൂർ മാത്രം കിട്ടിയത് ഇതിനുള്ള തെളിവ് തന്നെയാണ്. UDFന്റെ 10 സ്ഥാനാർത്ഥികൾ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മികവുള്ളവർ ആയിട്ടും തോറ്റു തുന്നം പാടിയ അവസ്ഥ കേവലമായി കണ്ടാൽ വോട്ട് ചർച്ചയിലൂടെ നിലം പരിശാക്കി കഴിഞ്ഞ CPM കേരളത്തിൽ നിന്ന് സമീപ ഭാവിയിൽ തന്നെ തുടച്ചു നീക്കപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ചു പറയുന്ന ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. 2019-ൽ ഉണ്ടായതിലും ആഴത്തിലുള്ള തോൽവി ഇടതുപക്ഷത്തിൽ ജനങ്ങൾ അത്ര തൃപ്തരല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാതെ പോയാൽ LDFന് തന്നെയാണ് ദോഷമാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില വെച്ച് നോക്കിയാൽ 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാമതെത്തി എന്നത് ചെറിയ കാര്യമല്ല. ഇന്നലെ വരെ ചെങ്കൊടി പിടിച്ചവൻ പോലും ചെങ്കൊടി വലിച്ചെറിഞ്ഞ് കാവിക്കൊടി കയ്യിലെടുക്കുന്നു എന്നതിന്റെ തെളിവാണത്. 8ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് നിലയിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാന മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ വരെ BJP മുന്നിലെത്തിയിരിക്കുന്നു. CPM കോട്ടകളിലേക്ക് BJP ഇരച്ചു കയറുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. CPM കോട്ടകൾ തകർക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന് മേൽക്കൈ ഉള്ളത്. 110 മണ്ഡലങ്ങളിൽ നിലവിൽ UDFനാണ് മേൽക്കൈ. ഈ കണക്കിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിടുവായത്തം പറഞ്ഞേക്കാം. പക്ഷേ നടന്നിരിക്കുന്ന യാഥാർത്ഥ്യം അറിഞ്ഞാൽ പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് ഉറക്കം വരില്ലിനി. BJP സംസ്ഥാനത്ത് LDFന് അടുത്തെത്തിയിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതുമ നൽകുന്ന ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത് വോട്ട് നിലയിൽ 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാമതെത്തിയിട്ടുണ്ടെന്നാണ്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വോട്ട് നിലയിൽ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നു. CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP ഇരച്ചു കയറുക തന്നെയാണ്. BJP കേരളത്തിൽ ശക്തി പ്രഭാവം നേടുകയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പുറമെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെയും, ആറ്റിങ്ങലിൽ V മുരളീധരന്റെയും, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെയും പ്രകടനം ഇടതു വലതു കോട്ടകളിൽ BJP കടന്നു കയറാനാവുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിൽ BJPക്ക് വർദ്ധിച്ചു വന്നിരിക്കുന്ന സ്വീകാര്യത എങ്ങനെ വിജയത്തിൽ എത്തിക്കാമെന്ന് BJP സംസ്ഥാന നേതൃത്വം കൃത്യമായി പടയൊരുക്കിയാൽ CPM, CPI കോട്ട കൊത്തളങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗോൾ വർഷം തന്നെ നടത്താം. സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള BJPയുടെ വോട്ട് വിഹിതം 12-ൽ നിന്ന് 17% കുതിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇടതുമുന്നണിയുടെ ദയനീയ പരാജയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഉത്തരവാദി. സത്യത്തിൽ CPIക്ക് പോലും പിണറായിയും CPMും കൈക്കൊള്ളുന്ന നിലപാടുകളും നടപടികളും മതിയായ അവസ്ഥയിലാണ്. തോൽക്കാനിടയുള്ള സീറ്റുകൾ മാത്രം നൽകി CPIയെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ തരം താന്ന തന്ത്രങ്ങൾ പയറ്റുന്ന CPM നേതൃത്വത്തെ CPI നേതാക്കൾ പ്രവർത്തകരും വെറുപ്പോടെ തന്നെയാണ് കാണുന്നത്. ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന നിലയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വന്ന BJP പാളിച്ചകൾ പഠിക്കാനൊരുങ്ങുമ്പോൾ തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടകയിലും തെലങ്കാനയിലും മെച്ചപ്പെട്ട പ്രകടനം എന്തുകൊണ്ട് നടത്താനായില്ലെന്ന് കോൺഗ്രസും പഠിക്കേണ്ടിയിരിക്കുന്നു. തൃശൂരിൽ KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്കും സുനിൽകുമാറിനും പിന്നിൽ 3ാം സ്ഥാനത്തേക്ക് എത്തി എന്നത് കോൺഗ്രസ് പഠിക്കാനും പരിഹാരം കണ്ടെത്താനും ശ്രമിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മണ്ഡലങ്ങൾ BJPയോ CPMോ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്.
തൃശൂരിലെ ജയവും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും നിസ്സാര വോട്ടിലെ തോൽവിയും നൽകുന്ന പാഠങ്ങൾ സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ചും വിലപ്പെട്ടത് തന്നെയാണ്. ഒഡീഷയിലെയും ആന്ധ്രാപ്രദേശിലെയും പരാജയങ്ങൾ ജഗൻമോഹനും നവീൻ പട്നായിക്കും ആത്മപരിശോധന നടത്താനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ ജനപ്രീതി നേടുന്നതാണെന്ന് ഒരിക്കലും പറയാനാവില്ല. കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും കനത്ത പരാജയമാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഏറെ അകന്നുപോയി. UPA ഭരണകാലത്തെ അഴിമതി ആരോപണങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് തകർന്നുപോയ പാർട്ടി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അടക്കം പദ്ധതികളിലൂടെയാണ് ജനങ്ങളുമായി വീണ്ടും അടുക്കുന്നത്. രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ മൊത്തം കുത്തക തങ്ങൾക്കാണ് എന്ന ചിന്തയാണ് കോൺഗ്രസ് ഉപേക്ഷിക്കേണ്ടത്. പ്രാദേശിക കക്ഷികൾക്ക് ഉദാരമായി സീറ്റുകൾ വിട്ടുകൊടുത്ത് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് ഇത്തവണ ഗുണകരമായി. അഖിലേഷ് യാദവിനെയും രാഹുൽ ഗാന്ധിയെയും ഒരുമിച്ച് കണ്ടത് UPയിലെ വോട്ടർമാർ കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. തമ്മിലടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ നേരിടുന്ന ദുരവസ്ഥ.